ശേഷാദ്രിനാഥനെ ഇലക്ഷൻ കമ്മീഷണറായി പ്രഖ്യാപിച്ചതിൻ്റെ അലയൊലികളും വിവാദവും ഇവിടെ തീർന്നിട്ടില്ല. എന്നാൽ ഇതിനിടയിൽ വളരെ കൃത്യമായി ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായ BRM ഷെരീഫിൻ്റെ ഒരു പോസ്റ്റ് വളരെ വൈറലാവുകയാണ്. ശ്രദ്ധിക്കുകയാണ്. പോസ്റ്റ് ഇങ്ങനെയാണ്: BRM ഷെരീഫ് നെടുമങ്ങാട് നേരത്തെ മത്സരിച്ചിരുന്നു. ചാനലുകളിൽ അദ്ദേഹം വളരെ ശക്തനായ വക്താവാണ്. കോൺഗ്രസിൻ്റെ വളരെ കൃത്യമായ അഭിപ്രായം പറയുന്ന ആളാണ്. അഡ്വക്കേറ്റാണ്. വളരെ പ്രമുഖമായ നേതാവാണ് BRM ഷെരീഫ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായത് പെരിയയിൽ, കാസർഗോഡ് പെരിയയിൽ CPMR വെട്ടിക്കൊലപ്പെടുത്തിയ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസിൽ CPM MLAമായിരുന്ന കുഞ്ഞിരാമനടക്കം CPM നേതാക്കൾക്ക് ശിക്ഷ വിധിച്ചതും, പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMൻ്റെ പ്രധാന പ്രതികൾക്കെല്ലാം ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതുമായ അന്നത്തെ CBIയുടെ സ്പെഷ്യൽ ജഡ്ജായിരുന്നു ശേഷാദ്രിനാഥൻ. അപ്പം ചെറിയ ആളല്ല ശേഷാദ്രിനാഥൻ. CPMമാർക്ക് സംഖ്യയാകുന്നത് സ്വാഭാവികമാണ്. ശേഷാദ്രിനാഥൻ RSSകാരനാണെന്ന് പറയുന്നതിൻ്റെ സൂക്കേട് വേറെയാണ്. പഠനകാലത്ത് SFIക്കാരനായിരുന്നു. SFI പാനലിൽ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥൻ ഒരു ദൈവവിശ്വാസിയാണെന്നും അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളൊക്കെ സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നുവെന്നും ന്യായാധിപൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ ജുഡീഷ്യറിക്ക് നിരക്കാത്ത ഒന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതുമാണ് സത്യം. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരും എനിക്കറിയാവുന്നവരുമായ ഒരുവിധപ്പെട്ട അഭിഭാഷകരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറയുന്നത് ശേഷാദ്രിനാഥൻ ഏക കുഴപ്പം, അത് നമുക്ക് മറ്റുള്ളവർ കുഴപ്പമായി പറയുന്ന ഏക കാര്യം ചന്ദന കുറിയിടും. ഇനി ചന്ദന കുറിയിട്ടതുകൊണ്ട്, കുങ്കുമ കുറിയിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ജഡ്ജ് എന്നുള്ള നിലയിൽ ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹം സംഖ്യയാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മളും ഇതുവരെ അറിഞ്ഞ ശേഷാദ്രിനാഥനിൽ ഒരു RSSകാരനെ നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കാണുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ശേഷാദ്രിനാഥൻ കേട്ടപ്പോൾ ഇവർക്ക് ഓർമ്മ വന്നത് RSSൻ്റെ സൈദ്ധാന്തികനായ ശേഷാദ്രിയാണോ എന്നാണ് BRM ഷെഫീർ ചോദിക്കുന്നത്. പിന്നൊന്നും നോക്കിയില്ല, വച്ചങ്ങ് കാച്ചി. ശേഷാദ്രിനാഥൻ RSS തന്നെ എന്നൊരു ഗതികേട്, എന്തൊരു ഗതികേടാണ് നോക്കണേ. കാരണം ഇത് കൃത്യമായി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഇതുപോലത്തെ വിവാദങ്ങൾ വരുന്നത് മെരിറ്റുള്ള ആളുകൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. കാരണം ഒരു പൊതു സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും പല പാർട്ടികളിലും പല സംവിധാനങ്ങളിലും പല സംഘടനകളിലും പോയി ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുമായിരിക്കും. പക്ഷേ അവരൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, ഇനിയിപ്പോൾ ഈ പൊസിഷനിൽ വന്നതിന് ശേഷം എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമല്ല. ഫ്രീലാൻസായിട്ട് നിൽക്കുമ്പോൾ അത് പറയുന്നതിൽ കാര്യമില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് KPCCയുടെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള നിയാസ് കൂടി ഇതിൻ്റെ അഭിപ്രായം കൂടി ഇതിനകത്ത് പറഞ്ഞു. പക്ഷേ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഇവിടെ BRM ഷെരീഫല്ല ഷെഫീർ കൃത്യമായ ഒരു കാര്യം പറയുന്നു. മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവ് വേറൊരു കാര്യം പറയുന്നു. എന്തായാലും ചെറിയൊരു കൺഫ്യൂഷൻ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശേഷാദ്രിനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘിയുമല്ല, കൊങ്ങിയുമല്ല, സുഡാപ്പിയുമല്ല, പിന്നെ ഒന്നുമല്ല. അദ്ദേഹം കൃത്യമായി ക്രിയേറ്റീവായി ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിനെ വച്ചതിനോട് എന്തിനാണ് ഇങ്ങനെ വിവാദമുണ്ടാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തതിന്. പേരാണോ പ്രശ്നം, ചന്ദനക്കുറിയാണോ പ്രശ്നം, എന്താണ് ഒരാളിൻ്റെ കുറവ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ, പ്രഗത്ഭനാണ്, ഇതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുന്നത്.